കേരള മീഡിയ അക്കാദമിയിൽ ബിരുദ സമ്മേളനവും മാധ്യമ അവാർഡ് സമർപ്പണവും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. കേരള മീഡിയ അക്കാദമിയിൽ ബിരുദ സമ്മേളനവും മാധ്യമ അവാർഡ് സമർപ്പണവും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. നിർണായക അവസരങ്ങളിൽ കെട്ടിച്ചമച്ച കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതും സമൂഹത്തിന്റെ പൊതുബോധം നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന മാധ്യമങ്ങൾ തെരഞ്ഞെടുപ്പ് പോലുള്ള നിർണായക അവസരങ്ങളിൽ കെട്ടിച്ചമച്ച കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതും മാധ്യമ വിശ്വസ്തതയെ ചോർത്തുമെന്നും ഇത് അപലപനീയവും പ്രതിഷേധകരവുമാണെന്നും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു അഭിപ്രായപ്പെട്ടു. കേരള മീഡിയ അക്കാദമിയിൽ ബിരുദ സമ്മേളനവും മാധ്യമ അവാർഡ് സമർപ്പണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇന്ന് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്താൻ കെൽപ്പുള്ള മേഖലയായിട്ട് മാധ്യമ മേഖല വളർന്നു കഴിഞ്ഞിരിക്കുന്നു എന്നറിയാവുന്നവരാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും. ജനാധിപത്യത്തിന്റെ കൂടപ്പിറപ്പായാണ് പത്രപ്രവർത്തനവും മാധ്യമ പ്രവർത്തനം നമ്മുടെ സമൂഹങ്ങളിൽ ആരംഭിച്ചത്. ജനാധിപത്യത്തിന്റെ നാലാം തൂണ് എന്നാണ് സാധാരണയായി മാധ്യമ പ്രവർത്തനത്തെ വിശേഷിപ്പിച്ചു പോരാറുള്ളത്. സംഘടിതമായി എല്ലാ മാധ്യമങ്ങളും ഒരേതരം വ്യാജവാർത്തകൾ ചില പ്രത്യേക ഘട്ടങ്ങളിൽ ചർച്ചയാക്കുന്നു. ഇത് കാണുമ്പോൾ മാധ്യമ സിൻഡിക്കേറ്റ് എന്ന പ്രയോഗത്തിൽ കഴമ്പുണ്ട് എന്ന് തോന്നിപ്പിക്കുന്നു. ഭരണകൂടത്തിന്റെ പ്രത്യയശാസ്ത്ര ഉപകരണങ്ങളായി മാധ്യമങ്ങൾ മാറുന്നു. പട്ടികജാതി പട്ടികവർഗങ്ങളുടെ പ്രശ്നങ്ങൾ വേണ്ട വിധത്തിൽ മാധ്യമങ്ങളിൽ പ്രതിഫലിക്കുന്നില്ല. ഇതിനൊരു മാറ്റം വരുത്താൻ ഈ സമൂഹത്തിൽ നിന്ന് കൂടുതൽ പേർ മാധ്യമരംഗത്ത് എത്തണം. ഇതിനായി മീഡിയ അക്കാദമി നടത്തുന്ന പരിശ്രമങ്ങൾ ഫലവത്താക്കാൻ സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ സഹകരണം ഉണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു. നമ്മുടെ മാധ്യമ രംഗം വലിയ രീതിയിലുള്ള അട്ടിമറികളുടെ കാലത്ത് കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ബോധി വീർപ്പിച്ച ഉള്ളുകൊള്ളയായ പെരുപ്പിച്ച അസത്യങ്ങൾക്കും സത്യങ്ങൾക്കും അപ്പുറത്ത് കോൺക്രീറ്റ് റിയാലിറ്റി, സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള സത്യത്തെ അവതരിപ്പിക്കാൻ മാധ്യമ പ്രവർത്തകർ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട്. ജനാധിപത്യത്തിന്റെ സംരക്ഷകരാക്കാൻ കഴിയേണ്ടതുണ്ട്. ആർജവത്തോടെ, ആത്മാർത്ഥതയോടെ, സത്യസന്ധതയോടെ, സുതാര്യതയോടെ സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ കൃത്യമായി പ്രതിഫലിപ്പിക്കുന്ന ഉത്തരവാദിത്തം നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിയേണ്ടതുണ്ട് എന്ന് മാത്രമാണ് മുതിർന്ന തലമുറയുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ എനിക്ക് വിനയപൂർവ്വം ഓർമ്മിപ്പിക്കാനുള്ളത്. വിദ്വേഷത്തിന്റെയും അസഹിഷ്ണുതയുടെയും ഇരുട്ടു നിറഞ്ഞ സമൂഹത്തിൽ സത്യത്തിന്റെയും സമഭാവനയുടെയും സാഹോദര്യത്തിന്റെയും വെളിച്ചം വീശുന്ന പ്രകാശ ഗോപുരങ്ങളാകാൻ ഇനിയും മാധ്യമരംഗത്ത് നിന്ന് പ്രതിഭാശാലികളായ വ്യക്തിത്വങ്ങളെ പ്രതീക്ഷിക്കുന്നു. മാക്സിസെ അവാർഡ് ജേതാവായ സായിനാഥിനെ പോലുള്ള പത്രപ്രവർത്തകർ സാധാരണക്കാരന്റെ ദുരന്തങ്ങളിൽ താങ്ങായി നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. വരൾച്ചയിൽ, പ്രളയത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് ഒപ്പം നിൽക്കുന്ന ഇത്തരം മാധ്യമ പ്രവർത്തകരാകണം പുതുതലമുറയ്ക്ക് മാതൃകയാകേണ്ടതെന്നും മന്ത്രി പറഞ്ഞു. കേരള മീഡിയ അക്കാദമി ചെയർമാൻ RS ബാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് ചെയർമാൻ ES സുഭാഷ്, അക്കാദമി സെക്രട്ടറി അനിൽ ഭാസ്കർ, KUWJ സംസ്ഥാന പ്രസിഡന്റും അക്കാദമി ജനറൽ കൗൺസിൽ അംഗവുമായ KP റെജി, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ K രാജഗോപാൽ, അസിസ്റ്റന്റ് സെക്രട്ടറി PK വേലായുധൻ എന്നിവർ പങ്കെടുത്തു. ദൃശ്യമാധ്യമ രംഗത്തുള്ളവർക്കൊപ്പം മീഡിയ അക്കാദമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ റാങ്ക് ജേതാക്കളും മന്ത്രിയിൽ നിന്ന് പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. കഴിഞ്ഞ 37 വർഷങ്ങളായി ഞാൻ പരിശീലിപ്പിച്ചു വിട്ടത് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെയാണ്. കേരളത്തിലെ ഏതു മാധ്യമ സ്ഥാപനമെടുത്താലും അവിടെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നിന്നെത്തിയ കൂടുതൽ ആളുകൾ എന്ന് പറയുന്നത് കേരള മീഡിയ അക്കാദമിയിൽ നിന്നെത്തിയിട്ടുള്ളവരാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മാത്രമല്ല, ഇന്ന് ലോകത്തിന്റെ എല്ലായിടങ്ങളിലും കേരള മീഡിയ അക്കാദമിയിലെ പൂർവ്വ വിദ്യാർത്ഥികളുണ്ട്. ന്യൂസ് ഡെസ്ക്, ചാനൽ 91.